ഹലോ ഗായ്സ്, ദിസ് ഇസ് ജിതു സോൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഗൈസ്. ഇന്നലെ നൈറ്റും ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നല്ലേ എന്ന് പറയാനാ. രാത്രി ഒരു ആക്രാന്തം തോന്നി, അങ്ങനെ പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ആഗ്രഹത്തിൻ്റെ പുറത്ത്. അപ്പോൾ 2 പാക്കറ്റ് ചപ്പാത്തിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്ന് മാവ് കുഴച്ച് വരത്തി ചപ്പാത്തി ആക്കാനുള്ള ക്ഷമയും പിന്നെ അതിയായ വിശപ്പും കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി വാങ്ങിയതാണ്. അപ്പോൾ അതിലൊരു പാക്കറ്റ് ഇന്ന് രാവിലെ നമ്മൾ ചൂടാക്കി കഴിച്ചു. അതിൻ്റെ കൂടെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യാറുള്ള ആ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, അത് ഇന്നിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ്, പിന്നെ ക്യാരറ്റ്, മുട്ട, തോരൻ, ചിക്കൻ വറുത്തത്, പിന്നെ മാമ്പഴം, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമുക്ക് ഒരാളുടെ ഒരു ദേഷ്യവും വിഷമമൊക്കെ തോന്നിയല്ലേ, അതപ്പോൾ അങ്ങോട്ട് പ്രകടിപ്പിച്ച് തീർക്കാം കേട്ടോ, മൈൻഡിലൊന്നും വെച്ചേക്കരുതേ. പിന്നെ നമ്മുടെ ലഞ്ചിനായിട്ട് പരിപ്പും ചേനയും കൂടെ ഒരു ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ മുട്ടയും ക്യാരറ്റിൻ്റെയും തോരൻ അതുണ്ടായിരുന്നു. ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എപ്പോഴത്തെയും പോലെ മാങ്ങ തിരുമിയത്, മാങ്ങ കിട്ടാൻ, ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ലഞ്ച് കഴിച്ചത്. ഉച്ചയ്ക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ എന്തോ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമാണ് ഗൈസ്. പിന്നെ എന്ന് പറഞ്ഞാൽ എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ എപ്പോഴും എന്ത് കറി ഉണ്ടാക്കിയാലും അങ്ങനെ ചുവന്ന് ചുമന്നിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ ഒരു കളറായതുകൊണ്ട് അങ്ങനെ തന്നെ കഴിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ എനിക്ക് എല്ലാ കറികളും നല്ല റെഡായിട്ടിരിക്കണം ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ ഒരു 3 മണിയായപ്പോഴത്തേനും ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡും നട്ടല്ലയും കൂടെയാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ നമ്മുടെ ബ്ലാക്ക് ടീ ആയിട്ട് എടുത്തത്. ഇന്നിവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് നല്ല മഴയായതുകൊണ്ട് തന്നെ ബ്ലാക്ക് ടീ അങ്ങോട്ട് ആ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര വലിയ കാര്യമായിട്ടോ. എന്നാൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള സൗണ്ട് ശ്രദ്ധിക്കണം, നമ്മളിവിടെ എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെ വേണം കേട്ടോ. ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണെന്ന് അറിയും ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവൻ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ മതി, അവൻ ചുമ്മാ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത് തന്നെ റോഡായതുകൊണ്ട് അവിടുത്തെ വണ്ടിയുടെ സൗണ്ടും ഇതൊക്കെയാണ് ഭയങ്കര പാടാട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇന്ന് നൈറ്റിൽ ഡിന്നറിന് മാങ്ങ തിരുമ്മിയതും പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതും റേഷനരിയുടെ കഞ്ഞിയായിരുന്നു കേട്ടോ. കുറേ നാളെ റേഷനരിയുടെ കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റാട്ടോ, അങ്ങനെ നല്ല കുറുകുറാന്നിരിക്കുന്ന കഞ്ഞി. പിന്നെ നമ്മുടെ ബാലൻസ് ചേനയുടെയും പരിപ്പിൻ്റെയും ചാറുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂട്ടിയിട്ടാട്ടോ. ഈ വോയിസ് എഡിറ്റ് ചെയ്യുമ്പോഴും ബാക്കിൽ ഒരു ഡോഗിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.